ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇത്രയും അധികം ജനങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. നിങ്ങളെല്ലാവരും സൂര്യ സാറിനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് വന്നതെന്നറിയാം. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 14 പടം റിലീസാവുമ്പം നിങ്ങളെല്ലാവരും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഏകദേശം അതേ ഒരു വൈബ് തന്നെയാണ് നമ്മുടെ പടം മൊത്തവും. ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. സൂര്യ സാറിൻ്റെ എവറി സൈഡ് ഓഫ് ദാറ്റ് ക്വർക്കി സൈഡ് ആട്ടെ, ഭയങ്കര കോമഡി, ഫൺ, ആക്ഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഓഗസ്റ്റ് 14 ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും ഈ പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആസ് എ ഫാൻ ഗേൾ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സർ, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ 2015 യു കെയിം ടു കൊച്ചിൻ ലുലു മോൾ ഫോർ ആൻ ഇവൻറ്റ്. അപ്പോൾ അന്ന് ഞാൻ ഐ തിങ്ക് ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ് ആൻഡ് മൈ ബ്രദർ വാസ് ലൈക്ക് 11th മേ ബി. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ലുലു മോളിലേക്ക് പോയി. എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി പേരൻസ് വിട്ടില്ല. കാരണം ഞാൻ കുറച്ചായിരുന്നു ബസ്സിലൊക്കെ കയറി പോകണം. അന്ന് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ബസ്സിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആയതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ ചേട്ടൻ പോയി കണ്ടു, പിക്ചർ എടുത്തു, തിരിച്ചു വന്നു. എന്നെ കാണിച്ചപ്പോൾ തന്നെ ഐ ഫെൽറ്റ് വെരി ബാഡ്. പക്ഷെ ഇന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ സാറിൻ്റെ കൂടെ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ വലിയ ഭാഗ്യമാണത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലൈക്ക് ഒരു ഫാൻ ഗേൾ ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നിറഞ്ഞ മനസ്സോടെ ഈ പടം കാണാൻ പറ്റും. എന്തായാലും ഒരുപാട് ഇമോഷൻസ് ഇതിൽ മമിതയിൽ നമ്മൾ കാണുന്നുണ്ട്. മാഡി ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു ലേഡിയാണ്. മാഡിയെ പറ്റി മമിത എന്ത് പറയും? മാഡിനെ പറ്റി നിങ്ങൾ ട്രെയിലറിൽ കണ്ടൊരു വൈബ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു എക്സാഗറേറ്റഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഫൺ, ഔട്ട് ഗോയിങ്, ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ളൊരു ഗേളാണ്. ഞാൻ അങ്ങനെയല്ല, പക്ഷെ മാഡി അങ്ങനെയാണ്. ഐ ഹോപ്പ് യു വിൽ ഓൾ ലൈക്ക് ഇറ്റ്. ഓക്കെ, മലയാളത്തിൽ നിന്ന് ഇപ്പൊ പ്രേമലു കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് ഒരു ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ണുനിറയെ കാണാൻ കിട്ടിയിട്ടില്ല. കണ്ണുനിറയെ കാണാൻ കിട്ടുന്നുണ്ട്. ബാക്കി ഭാഷകളിലെല്ലാം 21st വരും. 21st വരും ബത്ലഹേം കുടുംബ യൂണിറ്റുമായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ നേരത്തെ സ്വപ്നം കണ്ടിരുന്ന എല്ലാ ബിഗ് നെയിംസുമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ബാക്കി അതർ ലാംഗ്വേജിലെല്ലാം ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഉണ്ട്. പ്രധാനമായിട്ടും ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? വ്യത്യാസങ്ങളൊന്നുമില്ല. ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ പോലെ വർക്കിംഗ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസം, ഫുഡിൽ കുറച്ച് വ്യത്യാസം എന്നുള്ളതല്ലാതെ ഇറ്റ്സ് ക്വൈറ്റ് ദ സെയിം. ലൈക്ക് എല്ലാ സെറ്റും നമുക്ക് പുതിയ പുതിയ ഒരു അനുഭവങ്ങളും ഓരോ പുതിയ സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് വർക്ക് എത്തിക്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസ് ആയിരിക്കും. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതുപോലെ തന്നെയാണ്. പക്ഷേ ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, തമിഴ് ഓഡിയൻസ് ആയിക്കോട്ടെ, തമിഴിലെ ലൈക്ക് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് ഹു ഹാവ് എവർ വർക്ക്ഡ് വിത്ത്, അവരെല്ലാവരും ഭയങ്കര വാംത്ത്, ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളെ കരുതുന്നത്. ഒരു കുട്ടി, എന്താ പറയുക, നമ്മളെ ഒരു ഫാമിലിയിലെ ഒരു കുട്ടിയെ പോലെയാണ് അവർ കരുതുന്നത്. സോ ഐ വാസ് സോ ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് be a part of this film and all the Tamil films I've done. Thank you so much Mamita Baiju. ഈ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉറപ്പായിട്ടും, because ഇപ്പൊ കിട്ടിയ ഒരു സ്റ്റേജ് ആണ്, അതുകൊണ്ട് and I don't want to miss anything out. Yeah, please. So first of all, thank you Sitara Entertainments. ഇവിടെ അവരുടെ പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട്, but still thank you so much for giving me this opportunity. And Venki sir, രാധിക മാം, നിങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. വെങ്കി സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിൽ ഡയറക്ടറാണ്, ഭയങ്കര കൂൾ. ലൈക്ക് ആക്ടേഴ്സിനെ ഭയങ്കര എന്താ പറയുക, സേഫായിട്ട്
എല്ലാ ദിവസവും ട്രീറ്റ് തരും, എല്ലാ ദിവസവും വിൽ ഫെയിൽ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് ആ സെറ്റിൽ. അതേപോലെ നിമിഷ് രവിയാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത്. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഫ്രെയിംസും എത്ര ബ്യൂട്ടിഫുൾ ആണ്, നമ്മളെ ആക്ടേഴ്സിനെ എല്ലാവരും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന്. ആൻഡ് ചേട്ടൻ ഇവിടെ വരാൻ പറ്റിയില്ല, ചേട്ടൻ്റെ നാടാണിത്. പക്ഷെ ഞാൻ ഇതിന് തൊട്ട് മുന്നേ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ വരാൻ പറ്റില്ല, വേറൊരു ഷൂട്ടിലായി പോയി. ആൻഡ് ബംഗ്ലാൻ ചേട്ടൻ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. സോ കുറേ മലയാളികളുണ്ട്. നിമിഷ് ചേട്ടൻ്റെ ടീം തന്നെ ഫുൾ മലയാളികളാണ്. സോ എനിക്ക് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു റെഡ് FM ഫോർ ഹോസ്റ്റിംഗ് ദിസ് ഇവൻറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും ക്രൗഡിനെയൊക്കെ മാനേജ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. ആൻഡ് മന്ത്ര റൈറ്റ്, നിങ്ങളുടെ ഡാൻസ് എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു.